4 പേരുടെ മരണത്തിനിടയാക്കിയ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലുണ്ടാക്കിയ ദുരന്തം സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. അതിന്റെ ഫലമായി കുസാറ്റ് ടെക് ഫെസ്റ്റിലെ അപകടത്തിൽ സംഘാടനത്തിൽ ഗുരുതര വീഴ്ചയെന്ന് സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ട് പുറത്തുവന്നു. പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് കൈമാറുന്നതിൽ രജിസ്ട്രാർക്കും വീഴ്ച സംഭവിച്ചു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ടെക് ഫെസ്റ്റിന്റെ സാമ്പത്തിക വശങ്ങൾ പരിശോധിക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. സംഭവത്തിൽ ഇതുവരെ ആരെയും പോലീസ് പ്രതി ചേർത്തിട്ടില്ല. 100-ലേറെ പേരുടെ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഉപസമിതി റിപ്പോർട്ട് പരിഗണിച്ച ശേഷം പ്രതി ചേർക്കൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുമെന്ന് സൂചനകൾ ലഭിക്കുന്നുണ്ട്. 2015-ലെ ഹൈക്കോടതി ഉത്തരവിനും സർവകലാശാല ഉത്തരവിനും വിരുദ്ധമായാണ് കുസാറ്റിൽ സംഗീത പരിപാടി സംഘടിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഉൾക്കൊള്ളാവുന്നതിലും അധികം പേരെ ഓഡിറ്റോറിയത്തിലേക്ക് കടത്തിവിടാൻ ശ്രമിച്ചതാണ് ദുരന്തത്തിന് കാരണമായും പറയുന്നത്. മറ്റു പല വീഴ്ചകളും ഉണ്ടായിട്ടുണ്ടെന്നും അന്വേഷണം തുടരുകയാണെന്നും തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ദുരന്തം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ സമർപ്പിച്ച ഹർജിയിലാണ് പോലീസിന്റെ വിശദീകരണം വെളിപ്പെടുത്തുന്നത്. നവംബർ 25-ന് സർവകലാശാല ഓഡിറ്റോറിയത്തിൽ ടെക് ഫെസ്റ്റിന്റെ ഭാഗമായി ബോളിവുഡ് ഗായിക നികിത ഗാന്ധിയുടെ സംഗീത നിശ നടക്കാനിരിക്കെയാണ് ദുരന്തമുണ്ടായത്. സാമൂഹിക മാധ്യമങ്ങൾ വഴി വലിയ പ്രചാരണമാണ് പരിപാടിക്ക് നൽകിയിരുന്നത്. 1000 പേരെ ഉൾക്കൊള്ളാനാകുന്ന ഓഡിറ്റോറിയത്തിലേക്ക് കയറാൻ തിരക്ക് കൂട്ടിയെത്തിയത് 4000-ലേറെ പേരാണ്. ക്യാമ്പസിന് പുറത്തുനിന്നും ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. ആളുകളുടെ എണ്ണം സംബന്ധിച്ച സംഘാടകർക്ക് ധാരണകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് വലിയൊരു പിഴവിലേക്ക് നയിച്ചു എന്ന് മാത്രമല്ല, പരിണിത ഫലം പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. 80 സെക്യൂരിറ്റി ജീവനക്കാരുണ്ടായിട്ടും തിരക്ക് നിയന്ത്രിക്കാൻ നടപടികളൊന്നും സ്വീകരിച്ചില്ല. കൂടുതൽ പേരെ നിയോഗിച്ചതുമില്ല. പോലീസ് സ്റ്റേഷനിലും വിവരം നൽകിയിരുന്നില്ല. അതിനു കാരണമായി പറയുന്നത് സുരക്ഷ വേണമെന്ന് കാണിച്ചുകൊണ്ടുള്ള കത്ത് പോലീസിന് നൽകുന്നതിൽ രജിസ്ട്രാറുടെ ഭാഗത്തു നിന്ന് പിഴവ് സംഭവിച്ചു എന്നാണ്. ഉച്ചയ്ക്ക് റിഹേഴ്സലിന് ശേഷം വൈകിട്ട് 3 ഘട്ടങ്ങളായി കാണികളെ പ്രവേശിപ്പിക്കുമെന്നാണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ വൈകിട്ട് 6:30-ക്കായിരുന്നു റിഹേഴ്സൽ നടക്കുന്നതിന്റെ ശബ്ദവും മറ്റു പരിപാടി തുടങ്ങിയെന്ന് ധരിച്ച് കാണികൾ ഓടിക്കയറിയതിനും അനിയന്ത്രിതമായ തിരക്കിനും കാരണമായി. ഓഡിറ്റോറിയത്തിലേക്കുള്ള ഒരു പ്രധാന ഗേറ്റ് മാത്രമാണ് തുറന്നിട്ടിരിക്കുന്നത്. മറ്റു 2 ഗേറ്റുകളും അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഓഡിറ്റോറിയത്തിലേക്ക് ഇറങ്ങാനുള്ള ചവിട്ടുപടികളുടെ നിർമ്മാണത്തിലെ അപാകതയും ദുരന്തത്തിന്റെ ആഴം കൂട്ടിയെന്നാണ് അറിയുന്നത്. നവംബർ 25-ന് നടന്ന അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 27-ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗമാണ് പുതിയ ഉപസമിതിയെ നിയോഗിച്ചത്. ആഘോഷ പരിപാടികൾ എങ്ങനെയാണ് അപ്രതീക്ഷിതമായ ദുരന്തങ്ങളിലേക്ക് നയിക്കുക എന്നതിന് വലിയൊരു ഉദാഹരണം തന്നെയാണ് കുസാറ്റിലെ അപകടം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് രാജ്യത്തിന് തന്നെ നേട്ടമുണ്ടാക്കിയ സ്ഥാപനമാണ് കുസാറ്റ്. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധ കാരണം മാത്രം നഷ്ടമായത് സ്ഥാപനം കൈവരിച്ച പേരും പ്രശസ്തിയും ഒപ്പം തന്നെ വിലപ്പെട്ട 4 മനുഷ്യജീവനുകളുമാണ്. പരിണിത ഫലം പ്രതീക്ഷിച്ചത്
കാണികൾ ഓടിക്കയറിയതിനും അനിയന്ത്രിതമായി